നിങ്ങളൊരു ഏത്തവാഴ കന്ന് നട്ടിട്ടുണ്ടോന്നേ? അതിൻ്റെ നടിയിൽ രീതി അറിയാമോ? ഇല്ലെങ്കിൽ വാ നമുക്കൊരു ഏത്തവാഴ കന്ന് നട്ട് അത് കിളിച്ച് വരുന്നതും വരെ കാണാം. അതായത് നടിയിൽ രീതി, അതിൻ്റെ ഫസ്റ്റ് വളപ്രയോഗം, കാര്യങ്ങളും എല്ലാം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുണ്ട്. എല്ലാവർക്കും നിലാവ് നക്ഷത്രവും ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് വർഷ അരുൺ. ഇന്നത്തെ നമ്മുടേത് കൃഷി സംബന്ധമായ ഒരു വീഡിയോ ആണ് കേട്ടോ. ഒരു ഏത്തവാഴക്കന്ന് നടിയിൽ രീതിയാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതാ ഇമാതിരി ഒരു കന്ന് അങ്ങോട്ട് നട്ടു കൊടുക്കുകയാണെങ്കിൽ ഒരു 20-25 കിലോ തൂക്കത്തിലുള്ള ഒരു ഏത്തക്കൊല നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. ഒരു ഏത്തവാഴക്കന്ന് തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അത് ഫസ്റ്റ് നടുമ്പോൾ ചേർക്കേണ്ട വളങ്ങൾ, നടിയിൽ രീതി ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഏത്തവാഴക്കന്ന് നടാൻ വേണ്ടി കുഴി എടുക്കുമ്പോഴുണ്ടല്ലോ 2 അടി താഴ്ചയും വിസ്താരമുള്ള കുഴി വേണം എടുക്കാൻ. അതുപോലെ തന്നെ കുഴി എടുത്തതിന് ശേഷം ഉണ്ടല്ലോ ഈ മണ്ണിൻ്റെ അകത്ത് കുമ്മായി വിട്ട് 15 ദിവസം മിക്സ് ചെയ്തിട്ടതിന് ശേഷം മാത്രമേ നമ്മൾ കന്ന് നടാവൂ. അതുപോലെ തന്നെ വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു വലിപ്പമുള്ള സൂചിക്കന്ന് നോക്കി വേണം തിരഞ്ഞെടുക്കാൻ കേട്ടോ. വാഴക്കന്ന് നടുന്നതിന് മുമ്പായിട്ടുണ്ടല്ലോ സ്യൂഡോമോണാസ് ലൈനിൽ മുക്കി വെച്ചിട്ട് ഒരെണ്ണത്ത് വെച്ച് ഉണക്കിയെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ കുഴി വെക്കാവൂ. അപ്പോൾ അതിലുള്ള കീടശല്യമൊക്കെ കുറഞ്ഞിരിക്കും. അല്ലെ ബോഡോ മിശ്രിതം വല്ലോ പുരട്ടിയിട്ടോ അല്ലെങ്കിൽ ചാണക വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് തണലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ടൊക്കെ മാത്രമേ നമ്മൾ കുഴിയിലേക്ക് വാഴവിത്ത് നടാവൂ. അതുപോലെ അതിൻ്റെ അതിലിരിക്കുന്ന വേരുകളൊക്കെ എടുത്ത് കളഞ്ഞ് നല്ല വൃത്തിയാക്കി എന്തെങ്കിലും പുഴുക്കേടോ വല്ലതും ഉണ്ടെങ്കിൽ ആ ഭാവമെല്ലാം തുറന്നെടുത്ത് കളഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ വാഴവിത്ത് കുഴിയിലേക്ക് വെക്കാവൂ. കുഴിയിലേക്ക് ഇതാ വെക്കുമ്പോൾ അതുപോലെ നമുക്ക് കുറച്ച് ചെരിച്ച് നമുക്ക് എങ്ങോട്ടാണോ കൊല വരേണ്ടത് ആ ദിശ നോക്കി വേണം കേട്ടോ നമ്മുടെ കന്ന് വെക്കാൻ. ഒരു ചൊറച്ച് എങ്ങോട്ടാണോ കൊല നമുക്ക് ആവശ്യം അങ്ങോട്ട് ചെരിച്ച് വേണം നമ്മുടെ കന്ന് വെക്കാൻ. ആദ്യം ആ കുഴിയിലേക്ക് ഈ വാഴക്കന്ന് നട്ടതിന് ശേഷം കുറച്ച് മണ്ണിട്ട് ചുറ്റിനൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നന്നായിട്ട് ചവിട്ടി ഉറപ്പിക്കണം. നല്ല ബലത്തിൽ ചവിട്ടി ഉറപ്പിക്കണം. ഇല്ലെങ്കിൽ അതിൻ്റെ വേര് നല്ല സ്ട്രോങ് ആയിട്ട് നമുക്ക് പഴകി പോവില്ല. അത് മാത്രമല്ല ചെറിയ കാറ്റൊക്കെ വരുമ്പോൾ നമ്മളെ വാഴ മറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആദ്യം ഇത്രയും കുറച്ച് ചുറ്റിനും മണ്ണിട്ടതിന് ശേഷം നന്നായിട്ട് ചവിട്ടി ഉറപ്പിച്ച് കൊടുക്കണം. നമ്മൾ വാഴക്കന്ന് നടുമ്പോഴുണ്ടല്ലോ അടിവളമായിട്ട് കൊടുക്കുന്നത് ചാണകപ്പൊടിയാണ് കേട്ടോ. ചാണകപ്പൊടി 2 കിലോ ചാണകപ്പൊടിയെങ്കിലും വേണം. അതുപോലെ അതല്ലാതെ കമ്പോസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. അതുകൂടാതെ എല്ലുപൊടി വേപ്പിണ്ണാക്കുമാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അത് മാത്രമാണ് ഫസ്റ്റായിട്ട് ചെയ്തേക്കുന്നത്. നമ്മൾ കന്ന് നടുമ്പോൾ അത്രയും വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. അതിനുശേഷം നമ്മൾ മുകളിലേക്കും ഇതുപോലെ കന്നിന് മുകളിലേക്കും ഇതുപോലെ കുറേശ്ശെ മണ്ണിട്ട് കൊടുക്കണം കേട്ടോ. അത് കവർ ചെയ്യുന്ന പോലെ മണ്ണിട്ട് കൊടുത്തിട്ട് അവിടെ നമ്മൾ നന്നായിട്ട് ചവിട്ടി ഉറപ്പിക്കണം. ഇത്രയും മാത്രം ചെയ്താലുണ്ടല്ലോ നമുക്ക് നല്ല വാഴ ഒക്കെ നല്ല ശക്തമായിട്ട് പൊട്ടിക്കിളിച്ച് വരും കേട്ടോ. ഏത്തവാഴ കൃഷിയൊക്കെ നല്ല രീതിയിൽ ചെയ്ത് നല്ല വിളവെടുത്ത് മികച്ച കർഷകനുള്ള അവാർഡ് വാങ്ങിച്ച ആളാണ് നമ്മളെ ഈ വാഴക്കന്നൊക്കെ വെച്ച് കാണിച്ചേക്കുന്നത്. പിന്നെ നല്ല തടം കണ്ടില്ലേ, അതിൻ്റെ സൈഡിലായിട്ട് ഈ വെള്ളം ഒലിച്ചിറങ്ങാത്ത രീതിയിൽ വേണം തടം ഇത്തിരി പൊക്കി വെക്കണം കേട്ടോ സൈഡ്. അത്രയും കാര്യം ശ്രദ്ധിച്ചാൽ മതി നമ്മൾ വാഴക്കന്ന് നടുമ്പോൾ. പിന്നെ പൊതയിട്ട് കൊടുക്കുക കേട്ടോ. ഇലകൾ വെച്ച് നന്നായിട്ട് പൊതയിട്ട് കൊടുക്കുക. ദിവസം ഒരു നേരം നനച്ചും കൊടുത്താൽ മതി. അതുപോലെ ചീമക്കൊന്നയുടെ ഇലയോ അങ്ങനെയുള്ളത് ഇട്ടുവാണെങ്കിൽ അത്രയും നല്ലത്. അതല്ല ഞാനിപ്പോൾ അല്ലാതെ ചവറുകളാണ് ഇട്ടിരുന്നത് കേട്ടോ. അല്ലാതുള്ള കരിയിലയാണ് ഇട്ടിരുന്നത്. അപ്പോൾ ഇതാ ഇത്രയും തടം വെച്ച് നല്ല വിസ്താരമായിട്ട് വെക്കും. അങ്ങനെ നമ്മുടെ കന്ന് നട്ട് ഒരു 2 ആഴ്ച കഴിയുമ്പോൾ ഇതുപോലെ വിത്തിതാണ്ട് പൊട്ടിമുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. കോഴി ചെറിയാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഓലയൊക്കെ എടുത്ത് വെച്ചേക്കുന്നത്. ഇല്ലെങ്കിൽ ഇത് മൊത്തം കൊത്തിക്കൊണ്ട് പോവും. അപ്പോൾ ഒരു വാഴയ്ക്ക് 5 വളപ്രയോഗമാണ് കേട്ടോ വേണ്ടത്. ഇതിപ്പം 1 മന്ത് ആയാൽ ഈ കന്ന് മുറിച്ച് അതിന് 2-3 ഇലയൊക്കെ വന്നു കഴിഞ്ഞിട്ട് 1 മന്ത്, അപ്പോൾ 1 മന്തിനകം അങ്ങനെ ആവും. അത് കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് വളപ്രയോഗം ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ ടോട്ടൽ 5. 5ാമത്തെ വളവിടിയിൽ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വാഴ കുലച്ചിരിക്കണം. അതാണ് അതിൻ്റെ ആ രീതി. അതുപോലെ തന്നെ വാഴ കുലച്ച് കഴിഞ്ഞിട്ട് ഒരു 2.5-3 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ വിളഞ്ഞ് അത് നമുക്ക് കൊല വെട്ടാനും പറ്റും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് 1-ാം മാസത്തെ വളവിടിയിലുമായിട്ട് നമ്മുടെ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് മെസ്സേജ് എനിക്ക് പാസ് ചെയ്യാനുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മളെ വാഴ കൃഷിയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നൊരു കാര്യമാണ് കീടങ്ങളുടെ പ്രശ്നം അല്ലേ. വാഴപ്പിണ്ടിയൊക്കെ ചീഞ്ഞ് വാഴ കുഴച്ച് പാതി വിളവാകുമ്പോഴത്തേനും മറിഞ്ഞ് കിടക്കുന്നു. അപ്പോൾ അതിനായിട്ടുള്ള ഒരു നല്ലൊരു പെർമനൻറ്റ് സൊല്യൂഷനും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.